ഗായ്സ് ഇന്നലെ അമൃത ഹെയർ കളർ ചെയ്തു. സോ ഇൻസ്പയർ ആയി ഞാനും ഇന്ന് ചെറിയൊരു ചേഞ്ച് വരുത്തി. സോ എങ്ങനെ ഉണ്ടെന്ന് പറയും. സോ ഞങ്ങൾ സിംഗപ്പൂർ പോവാണ്. നമ്മൾ നേരത്തെ എത്തിയൊന്നും അല്ല, നമ്മൾ 10 മണി കഴിഞ്ഞ്. നമുക്ക് ഫ്ലൈറ്റ് 11:30. സോ നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത സംഭവം പരിപ്പ് വടയും ഓറഞ്ച് ജ്യൂസും. നല്ല കോമ്പിനേഷൻ. ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റോളായിരുന്നു. ഒരു ചിക്കൻ്റെ ഒരു റോളാണ്. സ്ട്രോബെറി കളർ, ലൈക്ക് ആ ഒരു പിങ്ക് കളറാണ്, ബട്ട് ചിക്കൻ ഫ്ലേവർ. എൻ്റെ ഓറഞ്ച് ജ്യൂസ് ആൻഡ് പരിപ്പ് വട ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ പരിപ്പ് വട എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എടുത്ത വേറെയാണ്. ரொம்ப നന്ദികൾ. കാരണം ഇത് രണ്ടും ഒരേ കളറായി. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇതിലേതാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതുവഴി നടന്നു പോകുന്നതാണ് അവരെ പറയാൻ പറ്റുന്നത്. സോ നമ്മൾ ഫ്ലൈറ്റിൽ എൻ്റർ ചെയ്യാൻ പോവാണ്. അതാണ് എന്താ പറയുക. ഹലോ ഗായ്സ്, അച്ഛനോട് ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കഴുത്തുവാൻ എടുക്കുന്നു. സോ ഞാൻ ഈ നെക്ക് പില്ലോ വയ്ക്കാൻ പോവാം. അമൃത മാച്ചിങ് ആണ്. അമൃത ഭയങ്കര മാച്ചിങ്. നോക്ക് അവിടെ നെക്ക് പില്ലോ ആണെങ്കിൽ നെക്ക് പില്ലോ അതേ ഇരിക്കുന്നത് അറിയാൻ പറ്റുന്നത്. ഇത് കറക്റ്റ് മാച്ചിങ്. Connecting a full flight today, please kindly place your small bag under the seats in front of you except for row 1, 12 and 13. As there will be more passengers boarding in shortly, please kindly take your assigned seat. Thank you. ഞാൻ എൻ്റെ ഹെയർ കളറിൽ ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ചിരിക്കുകയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളർ ആയിരുന്നല്ലോ ഹെയർ. സോ സഡൻ ഇങ്ങനെ ഒരു കൺവേർട്ടിങ് ആകുമ്പോൾ പെട്ടെന്നൊരു ഇതുണ്ടാവുമല്ലോ. ഞാൻ എങ്ങനെ അത് പറഞ്ഞു തരാനാണ്. ബട്ട് നൈസായിട്ടുണ്ട്. സീരിയസ്ലി നന്നായിട്ടുണ്ട്. അവിടെ എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഇങ്ങനത്തെ രാത്രിയിലത്തെ വെളിച്ചത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. കുറേ പേര് ബ്ലാക്ക് ഹെയർ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഞാൻ സാധാരണ അവരും ഇത് കാണുമ്പോൾ കളർ അടിച്ചോ എന്നുള്ളത്. പക്ഷെ ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? സോ ഇത് ഏതൊരു പരസ്യം. എൻ്റെ കളർ അറിയുന്നില്ല, അല്ല അറിയുന്നുണ്ടല്ലോ. ആക്ച്വലി നമ്മളൊരു ടൈപ്പ് ഓഫ് സെയിം കളറാണ്. പക്ഷേ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. പക്ഷേ എടുത്താണപ്പോൾ ഇങ്ങനെ തോന്നും. ഫ്ലൈറ്റ് എടുക്കും അല്ലേ? ഫ്ലൈറ്റ് എടുക്കും. ഇപ്പോൾ ഞാൻ ഇത്ര നേരം അവിടെ നിന്ന് ഭയങ്കര ഉറക്കമാണ്. കോഫി കഴിച്ചില്ല നോക്കിയതുണ്ടല്ലോ. ആ കോഫി ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി. അവനെ കാറി കൊണ്ടുവരുന്ന സമയത്ത് അവൻ ചെയ്യുന്ന പരിപാടിയാണ്. ആശ്വാസമായിരുന്നു. ഇത് പിടിക്കൂ പ്ലീസ്. ഗായ്സ് എൻ്റെ ഡിന്നറാണത്. സോ ഡിന്നർ കഴിക്കാം. റൈസ് വിത്ത് ബീഫ് ഗ്രേവി. ഇതെന്താണ് മൃത? ഇതൊരു ചിക്കൻ റൈസ്. ഓക്കെ ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. അയ്യോ, എനിക്ക് ജലദോഷം ആയ പോലെ ഉണ്ട്. പ്ലീസ് ഇൻസൾട്ട് ചെയ്യരുത്. കറക്റ്റ് തായ്ലാൻഡ് പോയ സമയത്ത് തന്നെ മായ ബീച്ചിലൊരു ഫോട്ടോയാണ് അച്ഛൻ്റെ വാൾപേപ്പറായിട്ട് ഇപ്പോൾ അച്ഛൻ്റെ ഫോണിലുള്ളത്. 3 months മുന്നേ നമ്മൾ വന്നല്ലേ ചങ്കി എയർപോർട്ടിൽ. തായ്ലാൻഡ് പോകുമ്പോൾ നമുക്ക് ലേ ഓവർ ഇടുന്നതാണല്ലോ. സോ ആ ഒരു ഓർമ്മയുണ്ട് ഇവിടെ വന്നപ്പോൾ. നമ്മൾ മാത്രമൊന്നും ലാസ്റ്റ് ഇത് എടുക്കാൻ. ഓട് വേഗം ഓട്. അതെൻ്റെ പെട്ടി. ഗായ്സ് എൻ്റെ പെട്ടി വന്നു. പിന്നെ എൻ്റെ പെട്ടി എനിക്ക് കണ്ടറിയാം. ഗായ്സ് എൻ്റെ പെട്ടി കിട്ടി. ഇനി അമ്മയുടെ പെട്ടിയാണ് കിട്ടാനുള്ളത്. ആ ഇത് അമ്മേരതാണല്ലേ. സോ അമ്മേരെ പെട്ടി കിട്ടി. ഇനി ഇവരുടെ രണ്ടുപേരുടെ നമ്മളുടെ ആണ് ലാസ്റ്റ്. കുറച്ച് ഫോട്ടോ ആവാം ഇനി. വാലന്റൈൻസ് ഡേ അല്ലേ ആവും. വാവ്, മെട്രോ വന്നിട്ടില്ലേ നോക്ക്.
അമൃതയുടെ വാട്ടർ ബോട്ടിൽ കളഞ്ഞു. അതിനെ പറ്റിയാണ് ഇപ്പോൾ അതിന് എന്താ വഴക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല ഒരു വാട്ടർ ബോട്ടിലായിരുന്നു. ഐ തിങ്ക് ഇവിടെ ഒരു വാട്ടർഫോൾസ് പോലെ ഉണ്ട്. ഇനി അത് ഇന്നില്ലേ ഇതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ കുറേ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട്. അതിലിവിടെ നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ പിക്ചേഴ്സിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ആ പിക്ചേഴ്സിൽ കണ്ടിട്ടുണ്ട്. ഗായ്സ് നമ്മളപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് പോകണം, ചെറുതായിട്ട്. പക്ഷെ ഇവിടെ ഈ ഒരു ജ്വൽ വാട്ടർഫോൾസ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതൊരു അറൗണ്ട് 10 AM 9-10 ആ ഒരു ടൈമാണ് സ്റ്റാർട്ടാകുന്നത്. സോ നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പിക്കപ്പ് ടൈം എന്ന് പറയുന്നത് 9 ആണ്. മധുരം ഇല്ലേ? ഷുഗർ അവിടെ ഉണ്ട്. പിന്നെ എടുക്കും ഷുഗർ എടുത്ത് സ്പൂണും കൊടുക്കും. ഇഷ്ടമല്ല കേട്ടോ. അത് കളയ വെൽക്കം വെൽക്കം. ഈ റൂമിലേക്ക് ഫ്രഷ് ആവണം എന്നതിൻ്റെ സോ നെക്സ്റ്റ് വീഡിയോ ഗുഡ് മോർണിംഗ് അമൃത. ഗുഡ് മോർണിംഗ്. നട അടച്ചു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തിരക്കി ഞങ്ങൾ പോയത്. നല്ല ചൂടല്ലേ ഇവിടെ? സൂപ്പർ, നല്ല ചൂടുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നു, കാരണം ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടേക്കണോണ്ടായിരിക്കും. നല്ല ഭംഗിയുള്ള സ്ഥലം. മസാജിന് പോകേണ്ടി വരും. കൊണ്ടുപോവാം. സിംഗപ്പൂരിലെ ഡേ 2 ആണ്. സോ ഡേ 1 കാര്യങ്ങളൊന്നും അത്രയ്ക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ഫുള്ള് ബിസി ആയിപ്പോയി. നമ്മൾ 10 minutes ലേറ്റ് ആയിപ്പോയി. നമ്മളെവിടെ പോവാണ്? യൂണിവേഴ്സൽ സ്റ്റുഡിയോ. അയ്യോ ഞാൻ സെയിം കളർ. സമൃദ്ധ ഒരു പൂക്കി ഡ്രസ്സാണ്. പൂക്കി നോക്കണായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നല്ല വെയില്. അയ്യോ വെയിലോടെ വെയില്. സൺസ്ക്രീൻ ഇട്ടായിരുന്നു. ഇതൊഴുപോ. ആ അതല്ലേ. What's your name? Livia. Wow, nice name. Bye. Bye. ഇത് മുകളിൽ പോയിരുന്നു. അതാ ക്രോസ്സാ. ഞാനൊരു ക്രോസ്സാണ് എടുത്തത്. ഓക്കെ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. സോ ഞാനും എടുക്കാൻ പോകുന്നുണ്ട്. ഇത് ബാഗിൽ വെക്ക്. പിടിക്ക്. ഞാൻ വെച്ചോളാം. വന്നാ അച്ഛനെടുത്തില്ല. അച്ഛനോ? വെരി നൈസ്. കാഴ്ചയിൽ നമ്മൾ വളരെ ലേറ്റാണ്. ലേറ്റ് അങ്ങനെ ഒരു ലേറ്റ്. അച്ഛാ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അമൃത. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. നമ്മളാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ലോബിയിൽ വന്ന സമയത്ത് അമൃത ഈ പറയുന്ന എന്താ അതിൻ്റെ പേര്, ക്രോസ്വ കഴിക്കുകയാണ്. അതൊക്കെ തന്നെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെന്ന്. ബട്ട് ഇല്ല, നിങ്ങൾ ക്രോസിൻ്റെ നല്ല വായിക്കേണ്ട. ക്രോസ്വ എന്നാണ് വായിക്കേണ്ടത്. ടി സൈലൻ്റ് ആണ്. ഓക്കെ. സോ ക്രോസ്വ കഴിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചെറിയൊരു ബണ്ണ് പോലെ ഉണ്ട്. എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ബട്ടർ ക്രീം എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ടുള്ളത് അറിയത്തില്ല. പക്ഷെ കഴിക്കാം. എനിക്ക് വിശക്കുന്നുണ്ട്. 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം കഴിക്കണം. നല്ല വെയിൽ.
സൺസ്ക്രീൻ ഇടാൻ ഇന്ന് റെഡി. ഞാനിതിൻ്റെ കവർ പൊട്ടിച്ച് നോക്കിയപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയത് നമ്മൾ മധുരയിൽ നിന്ന സമയത്ത് ബൺ ബട്ടർ ജാം കഴിച്ചില്ലേ, സോ അതുപോലെ ഉണ്ട്. ഇനി ലുക്കിങ്ങിൽ എങ്ങനെയുണ്ട്, കഴിച്ചു നോക്കട്ടെ. അവിടെ കഴിച്ചപ്പോൾ അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ടർ ജാമല്ല. ബട്ട് ഇപ്പോൾ ഒന്നും ഫില്ലൊന്നും ചെയ്തിട്ടില്ല. നൈസ്. എനിക്ക് തെറ്റിപ്പോയി ഗൈസ്, ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് കുറച്ച് അറ്റോ കഴിച്ചു, ഇങ്ങേ അറ്റം. അമൃതോ എനിക്ക് തെറ്റി. ബൺ ബട്ടർ ജാം. കിട്ടില്ല ടേസ്റ്റ്. Hi, good morning. Morning Singapore. ഇതും അതുപോലത്തെ എന്തോ ആണ്, കഴിച്ചോക്കാം. ബട്ടറല്ല, വേറെന്തോ ഫില്ല് ചെയ്തേക്കുക. ഫെയറി ടെയിലാണോ? ഹലോ. ഓ വെയില്. ഹലോ ഗൈസ്. Hi. ഞാൻ ഞെട്ടിയതിൽ അറിയാൻ പറ്റി ഗൈസ്. You got a nice spot, right? Oh God. സോ ഫാസ്റ്റ് ആയിട്ട് യൂണിവേഴ്സൽ സ്റ്റുഡിയോന്റെ ഫ്രണ്ടിലെത്തി. സഡൻ ഡേ യൂണിവേഴ്സൽ സ്റ്റുഡിയോ കണ്ടു. Oh God, pretty. സോ നിങ്ങൾക്ക് ഞാൻ മാക്സിമം ഇവിടെയൊക്കെ കാണിച്ചു തരാം. പിന്നെ ഭയങ്കര വെയിലാണ്, അതാണ് ഫസ്റ്റ് പറയാനായിട്ടുള്ളത്. നല്ല വെയിലാണ്. ഫോട്ടോ എടുക്കാൻ വന്നോവാ, ഫോട്ടോ എടുക്കാം. കുറച്ചു നേരം ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു, സീരിയസ്ലി. ഹായ് അമൃത. നമ്മൾ രണ്ടുപേരും യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ കണ്ടിരിക്കും. അടിപൊളി. അമൃത ഫോട്ടോ എടുക്കാനായിട്ട് എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൃത എന്താണ് പറയാനുള്ളത്? ഫോട്ടോ എടുക്കണം, എനിക്ക് സത്യമായിട്ട് ഫോട്ടോ എടുക്കണം. നമുക്ക് ഈ സൈഡിൽ എടുക്കാം, കാരണം ഇവിടെ കുറച്ച് വെയിൽ കുറവുണ്ട്. മൈ ഗോഡ്. കുറച്ചുകൂടെ സെൻറ്ററിക്ക്, കുറച്ചുകൂടെ സെൻറ്റർ. ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സാധനം എടുത്തു കൊടുക്കുകയാണ്. വലിയൊരാളാണ്. അത് അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയാണ്. എനിക്ക് ഷൈ വരുന്നു. Okay, 3, 2, 1, start. സോ യൂണിവേഴ്സൽ സ്റ്റുഡിയോന്ന് ഉള്ള ആ ഒരു ഗ്ലോബലിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ രണ്ടുപേരും റീൽസൊക്കെ എടുത്തു. സോ റീൽസ് എല്ലാം എടുത്തിട്ട് ഇനി നമ്മൾ അകത്തേക്ക് പോവാണ്. ഇവിടെ ഭക്ഷണമൊന്നും ഇവിടെ വരും. ഇവിടെ എന്തോ. ഹലോ ഗൈസ്. നല്ല അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ ഞാൻ പറയും.
Dubai. Guys, we are at Universal Studios, so we are gonna enjoy. Do you guys wanna see Amala Shaji? Get in there, roller coaster ride. കഷ്ടമുണ്ട്. എന്തായാലും അമലാനെ ആ ഓ ഗോഡ്. Oh God, Amrita. Lunch. പച്ചപ്പട്ടാണി എന്ന് പറഞ്ഞാൽ ലഞ്ച്. ലഞ്ച് മുട്ടാനി. സോ ഇതാണ് എൻ്റെ അല്ല ഞാനും അമൃതയും കൂടി ഷെയർ ചെയ്യുന്ന ലഞ്ച്. അപ്പോൾ ലഞ്ച് കഴിക്കാം. ഹലോ ഹായ്. ടിഷ്യൂ സ്പൂൺ എല്ലാം ഉപയോഗിക്കാം. 4 ഇരിക്കട്ടെ. ഗൈസ് Thank you so much, Amala Shaji, Indian family. ഈ റോളർ കോസ്റ്റിൽ കയറാനായിട്ടുള്ള പ്ലാനിങ് ആണ്. ഗോഡ്, എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഉണ്ടതിന് ശേഷം എനിക്കിങ്ങനെ വീഡിയോസൊക്കെ എടുക്കണേക്കാളും ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കാനാണ് തോന്നുന്നത്. അത്ര അടിപൊളിയാണ്. എനിക്ക് അച്ഛൻ തന്നെ ഈ റോളർ കോസ്റ്റർ എനിക്ക് പേടിക്കുന്നു. കയറുന്നില്ല ഞാൻ കയറുന്നില്ല, പറ്റത്തില്ല. സീനാണല്ലേ. മറയ്ക്കണം. അതാണ് അതിങ്ങനെ ആരെല്ലാം പുറത്തു വരും. ഇതാ പോകുന്നു. ഓ ഗോഡ്. നമ്മളിപ്പോ കേറി. ഞാൻ കണ്ണ് അടച്ചിരുന്നു. അതാ നിങ്ങൾ കാണണ്ട. അച്ഛൻ കേറി പുള്ളിയായിരുന്നു. അയ്യോ, ഞാൻ കരഞ്ഞു പോയി. എൻ്റെ കണ്ണ് കണ്ടില്ലേ? ഓ ഗോഡ്. കാണുന്നതൊക്കെ അല്ല. നല്ല എനിക്ക് ഞാൻ പേടിയുള്ളൊരു ആളാണ്. അപ്പോൾ ഞാൻ പേടിച്ചു പോയി. സത്യമായിട്ട് ഞാൻ നല്ല പേടിച്ചു പോയി. ഞാൻ കണ്ണടച്ച് ചെയ്ത് പക്ഷേ അത്ര അങ്ങനെ ചെയ്യരുതല്ലേ. ഞാൻ കണ്ണടച്ചതേ ഇല്ല. എല്ലാം കണ്ടു. തൊണ്ട വേദന എടുക്കുന്നു. ഞാൻ അത്ര വിളിച്ചു. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. വീഡിയോ എടുക്കാൻ എല്ലാത്തിനും അമ്മ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അമ്മ ഒന്നും എടുത്തില്ല. നമ്മളെ കണ്ടതില്ല. സിംഗപ്പൂർ വന്ന ഈ സംഭവത്തിൽ കയറണം. ഞാൻ കയറി എൻ്റെ ദൈവത്തിനെ കണ്ട്. തൊണ്ട ഫുള്ള് പോയി. തൊണ്ട ഭയങ്കര വേദന. ഇവിടുത്തെ ഈ ടെൻഡർ കോക്കനട്ടൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഈ വെള്ളവും കൊള്ളാം. മോസ്റ്റ്ലി ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമാണ്. പക്ഷേ ഇപ്പോൾ കയറിയ സാധനം എൻ്റെ പൊന്നോ, സത്യമായിട്ട് എനിക്ക് നല്ല പേടിയാണ്. ഞാൻ കണ്ണെല്ലാം അടച്ച് ചെവിയൊക്കെ പൊത്തിയാണ് വരുന്നത്. അമൃത ഹായ്. മൊട്ട വെയിലത്ത് 2 പേര് നടക്കുന്നു. ഇത് കണ്ടില്ലേ, എൻ്റെ മാല കണ്ടില്ലേ? ഇതിലൊരു ചെറിയൊരു പരിപാടിയുണ്ട്. എനിക്ക് തോന്നുന്നു അമൃത അത് കാണിക്കുന്നതായിരിക്കും നല്ല. കാണിക്കും എന്താണ്? ഇതൊരു മാഗ്നറ്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ അത് ഹാർട്ടായിട്ട് വീണ്ടും ഇരിക്കും. ജസ്റ്റ് എടുത്താൽ അത് വീണ്ടും കണ്ടില്ലേ? സിമ്പിളാണ്. സത്യമായിട്ടും അമല ഇത് വാങ്ങി ലൈക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അയ്യോ ഇത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചു. ഞാൻ സത്യമാണെന്ന് വിശ്വസിച്ചു. കപ്പൽ തിരിച്ചകത്തോട്ട് പോയി. കൊള്ളായിരുന്നു അല്ലേ അമൃത? നല്ലായിരുന്നു. ഇച്ചിരി ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. സിനിമയെ കുറിച്ചുള്ളത് ബാക്ക്ഗ്രൗണ്ട് നല്ലായിരുന്നു. ഗായ്സ്, അപ്പോൾ നമ്മളൊരു എഗ്ഗ് പോലൊരു സാധനത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എഗ്ഗ് പോലെ ഇരിക്കണല്ലേ? അറിയാൻ വയ്യ. അപ്പോൾ ഇപ്പം സ്റ്റാർട്ടാവും.
ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ പോയപ്പോൾ കുറേ റൈഡ്സിൽ കയറി. സോ മഴ പെയ്ത് ഞാൻ മൊത്തം നമ്മളെല്ലാവരും നനഞ്ഞു. പക്ഷേ എനിക്ക് ജലദോഷവും ചെറുതായിട്ട് തൊണ്ടവേദനയൊക്കെ വന്നു. എൻ്റെ വോയിസൊക്കെ നല്ല രീതിക്ക് മാറി. അവിടെ ഉണ്ട് അമൃതയുടെ അതിലുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഗാർഡൻസ് ബൈ ദ വേ വന്നേക്കുകയാണ്. സോ ഇവിടെ നൈറ്റ് ലൈറ്റിംഗ് ഷോ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര വെയിലാണ്. പിന്നെ മുടി ഫുള്ള് നനഞ്ഞ സീറോ ഒന്നും ഞാൻ ഇട്ടില്ല. ഫുള്ള് സെറ്റ് ചെയ്യാൻ കൂടി എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതാ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു വൈറ്റ് കളർ ഫ്രോക്ക് പോലെ ഉണ്ട്. പിന്നെ എൻ്റെ ഹെയർ കളറൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ പിക്ചേഴ്സൊക്കെ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അമൃത ഹായ്. അമ്മയുടെ ബർത്ത്ഡേ ആണ്. സോ എല്ലാവരും വിഷ് ചെയ്യാം കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ സ്നേക്ക് അമൃത എല്ലാവർക്കും കാണിച്ചു കൊടുത്തത് സ്നേക്കിനെ. Come to take selfie with your friend. Small friend. പാമ്പിനെ അമൃതയാണ് എല്ലാവരും കാണിച്ചു കൊടുത്തത്. ഞാനും പെട്ടെന്ന് പേടിച്ചു പോയി ആ സ്നേക്കിനെ കണ്ടിട്ട്. അത് പൊയ്ക്കോട്ടെ. ഇന്ന് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത് നോ മേക്കപ്പ് ലുക്കാണ്. ബട്ട് ഞാൻ മേക്കപ്പ് ചേർന്നപ്പോൾ അമൃത തന്നെ ഒരുപാട് ഇത് പറഞ്ഞു, വഴക്ക് പറഞ്ഞു. Sandwich for you, Dad. നമുക്ക് രണ്ടാ. അത് പഫാണ്, അത് അച്ഛൻ്റെ ആണ്. സ്വീറ്റ് ആണോ അത്? ഇല്ല മഷ്റൂമിൻ്റെ ആണ്. എൻ്റെ ചെരുപ്പ് എൻ്റെ കയ്യിലുണ്ട്. ആ ഒരു പക്ഷി ഇങ്ങോട്ട് ഓടിയതാണ്. ഗ്രീൻ ക്ലൗഡ് ഫോറസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഐ തിങ്ക് നല്ല തണുപ്പ്. നല്ല തണുപ്പ്. നല്ല ഭംഗിയല്ലേ? ബ്യൂട്ടിഫുൾ. ഭയങ്കര തണുപ്പ്. എൻ്റെ ചെരുപ്പുണ്ടല്ലോ അതിട്ടു. എന്നിട്ട് ഞാനിപ്പോൾ അമൃതയ്ക്ക് പിക്ചർ എടുത്ത് കൊടുക്കാണ്. എന്താണ് സിംഗപ്പൂരിന്റെ ഫാൻസിനോട് എന്താണ് സന്തോഷം. പനി വരും. പനി വരും ചെന്തുവാ. ഇന്നൊക്കെ വന്നു. പനി വരും ചെന്തുവാ. പനി
fever. നോ മഞ്ഞ് ജസ്റ്റ് Guys, അമല ഇന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞു. After 2 minutes മഴ പെയ്തു. മഴ പെയ്തു ഹായ് അമൃത റെസ്റ്റ് ചെയ്യാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ക്യൂട്ടായിട്ടുണ്ടല്ലേ. സോ നമുക്ക് ഇനി എവിടെയാണ് പോകേണ്ടത്? യെസ്, നമ്മൾ ഇനി അടുത്തത് ഈ സിംഗപ്പൂർ ഫ്ലൈവേഴ്സിൽ നമ്മൾ കയറും. ലൈക്ക് ഇത് മൂവിയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് മൂവി എന്നില്ല. സോ ഇത് മൂവിയാണുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മൂവിയാണുണ്ട്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ. റിയൽ ഓറഞ്ചാണ്. എനിക്ക് ഈ ഒരു കളർ നല്ല ഇഷ്ടമുണ്ട്, ഓറഞ്ച്. കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഓറഞ്ച്. ഇനി വേണ്ടൊരു പാട്ട്. ഞാൻ ഇവിടുത്തെ കുറച്ച് ഫ്ലവേഴ്സ് കാണിച്ചു തരാം. കുറച്ചല്ല, കുറേ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവിടുത്തെ ഗാർഡൻ. എനിക്കിതാ ഈ ഫ്ലവർ ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. സോ ഈ ഫ്ലവർ കണ്ടില്ലേ, ഇതും കൊള്ളാം. ഈ കേൾക്കുന്ന എൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദമാണ്. സത്യമായിട്ട് നല്ല കാലുവേദനയുണ്ട്. പക്ഷെ ഞാൻ അത്യാവശ്യം പിക്ചേഴ്സൊക്കെ എടുക്കാനായിട്ട് അത് ഇട്ടേക്കുന്നു. ഇത് ഫുൾ ഫ്ലവേഴ്സിൽ ചെയ്തേക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. പേരറിയത്തില്ല, ബട്ട് അടിപൊളി. മൊത്തത്തിൽ ഫ്ലവേഴ്സാണ്. നേരത്തെ ഞാൻ ഈ റിയൽ ഓറഞ്ച് കാണിച്ചില്ലേ, സാധാ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് റിയൽ ആണോ എന്ന് തോന്നുന്ന പോലെ, ബട്ട് അടിപൊളി. പിന്നെയും ഓറഞ്ച് എത്തിയേക്കാണ്. സോ ഇതൊക്കെ എന്ത് രസമല്ലേ കാണാൻ. മേൾ ലൈനിൽ വന്നേക്കാണ്. ലൈക്ക് ലൈനിൻ്റെ സ്റ്റാച്ചു ഉള്ളത്. ലൈൻ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. മേൾ ലൈൻ, അതെ, മേൾ ലൈൻ. സോ എന്ത് പറയാനാണ്, ഭയങ്കര മഴ, മഴയോട് മഴ. നല്ല സെറ്റ് ഡ്രസ്സ്, അതെ, മഴയോട് മഴയാണ്. അപ്പോൾ എങ്ങനെ പിക്ചർ എടുക്കുമെന്ന് കൂടി നമുക്ക് അറിയത്തില്ല. ഇതാ മറീന ബേ, സൂപ്പർ അല്ലേ? സോ ഈ ഒരു ലൈൻ കണ്ടില്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, സത്യം പറഞ്ഞ ഇവിടെ എല്ലാരും നല്ല കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു ടൈപ്പ് പോസ് കിട്ടാനായിട്ട് അല്ലേ? എങ്ങനെയാ പോസ്? ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം. ആ വെള്ളം വായിക്കകത്ത് വീഴുന്ന. നമ്മളിനി ഈ സ്റ്റാച്ചുവിന്റെ സൈഡിൽ അവിടെ നിന്നിട്ട് പോസ് ചെയ്ത്, അമൃതയും ഞാനും പോസ് ചെയ്ത് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് പോകുന്ന എവിടെയാണ്? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈവേഴ്സിൽ പോകും. എവിടെ തുറന്ന് വെച്ചേക്കുന്നു. ഫസ്റ്റ് ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മഴയായിട്ട് എല്ലാവരും പോകാനുള്ളത് നമുക്ക് വേണ്ടി കണ്ടില്ലേ? ഇപ്പൊ കണ്ടില്ലേ? എന്താണ് പറയ്. എനിക്ക് ഷുവർ. പക്ഷെ സിംഹം വന്നില്ല. ഹലോ ഗായ്സ്. കറക്റ്റ്. ഓ പക്ക സെറ്റ്.
ഭയങ്കര മഴ കാരണത്താൽ നമ്മൾ തിരിച്ച് ഫ്ലൈവേഴ്സിൽ പോവാണ്. ഇനി ഫ്ലൈവേഴ്സിൽ പോയി അമൃതയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഫ്ലൈവേഴ്സ് കാണിക്കാം. ഇതേ ഇരിക്കുന്നു. ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് കറങ്ങുന്നത്. കാണാം. Bye bye Merlion. Bye. Welcome to Singapore flyover. But up and down 1 hour. പൊളി പൊളി. Happy birthday to you. Happy birthday to you. Happy birthday dear mama. Happy birthday to you. Amrita. Guys, rainbow. അനങ്ങുന്നുണ്ട് അനങ്ങുന്നുണ്ട് നല്ല രീതിക്ക്. ഏത് ഇത്? Watch the super treats come to life as we unveil a dazzling showcase of lights and musical treats. Tonight we present Opera in the Gardens. So pick a spot, grab അമൃത. സെഫോർ ഇല്ലാതൊരു പുറത്ത് വരുമ്പോൾ സെഫോർ ഇല്ലാതെ നമ്മൾ തിരിച്ചു പോകാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് വാങ്ങിയിരിക്കണം. കാരണം ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പ്രോഡക്ട്സ്. ഫസ്റ്റ് ഞാൻ ചോദിച്ചു ബ്രാൻഡ് അവിടെ ഇല്ലായിരുന്നു. പിന്നെ പറഞ്ഞു ഓ അതിവിടെ ഉണ്ട് ഉണ്ട് ഓക്കെ എനിക്ക് ഷോ ചെയ്യുന്ന കാണിച്ചു. അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ കംപ്ലീറ്റ് ആണ്. സത്യം നടന്ന് 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 എല്ലാവരുടെയും കാലൊക്കെ ഭയങ്കര വേദനയായി. 9 മണിക്ക് അല്ല 10 മണിക്ക് മോൾ അടയ്ക്കും. കറക്റ്റ് ഷാർപ്പ് ടൈമാണ്. ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളിന്ന് തിരിച്ച് ഇന്ത്യയിൽ പോവാണ്, വീട്ടിൽ പോവാണ്. സോ എന്താ പറയാനാ, കിടിലൻ ട്രിപ്പായിരുന്നു അല്ലേ? സൂപ്പറായിരുന്നു. സ്വീറ്റ്സ് ഉണ്ട് ഇത് ഇന്നത്തെ എന്താ ഫില്ല് ചെയ്തേക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞാനെനിക്ക് നല്ല ഇഷ്ടമായി. ആ അതല്ലേ ഒന്നും എടുത്തായിരുന്നു അമൃത ബാങ്കിലെ പ്ലീസ് പ്ലീസ്. ഓക്കെ പാസ്പോർട്ട് മാത്രം എടുത്തിട്ട് പോകും. ഇന്നത്തെ ദിവസം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ നമുക്ക് 8:15 നൈറ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ മോർണിംഗ് മുകളിൽ പോവാം. അപ്പോൾ നമ്മൾ മോർണിംഗ് ജസ്റ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ്. അപ്പോൾ എന്താ വാങ്ങിക്കാനാണ് അമൃത അവിടെ വന്നത്? ഇത് പേര് മറന്ന് പറയട്ടെ, പാരഗൺ മോളാണ്. പക്ഷെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത്. അമൃത ആക്ച്വലി ഈ ഒരു റിമോവർ വാങ്ങിച്ചായിരുന്നു. ഞാൻ അതുപോലെ ഒരു ചെറിയൊരു ലിപ് ഗ്ലോസ് ട്രൈ ചെയ്തായിരുന്നു. നല്ലായിരുന്നു. ശുശു ഇവിടെ രാസ ഇത് എന്താ പുതുസ? ഇത് റാസ്ബെറിൻ്റെ ഐസ്ക്രീമാണ്. യമ്മി. താങ്ക് യു.
One for one have this one dry. Actually, these two same. Only this is. with extra one shot. നമ്മളെ ಓ ಯೂನಿವರ್ಸಲ್ ಸ್ಟುಡಿಯೋ ಜ್ಞಾಪಕ ಬರುದು യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ ജ്ഞാപക ബരുത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോയത് ഓർമ്മ വന്നെന്ന് അതെ അതെ സൂപ്പർ അല്ലേ ഫാസ്റ്റാ മുടിഞ്ഞിരിക്കും മോഡൽ ഷായി റെയിൻബോ കണ്ടോ ഗായ്സ് റെയിൻബോ 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 ഇന്നലെ ഫ്ലൈവേഴ്സിൽ റെയിൻബോ ഉണ്ടല്ലേ അടിപൊളി ഇത്രയ്ക്കും ചോക്ലേറ്റ്സ് ആണ് നമ്മൾ ഒറ്റ കഴിക്കാനല്ല നമ്മൾ എല്ലാവർക്കും കൊടുക്കും അയ്യോ ഫീവറാണ് ഗായ്സ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ട്രിപ്പിൽ എനിക്ക് ജലദോഷം നല്ല ചൂടുണ്ട് എൻ്റെ പുറമല്ല എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എനിക്ക് എ സി വേണ്ട അല്ല എ സി മൊത്തത്തിൽ ഓണാണ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് അമ്മ ഈ ഇൻഹേലർ കൊണ്ടുവന്നു ഹേലു 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 ഹായ് എനിക്ക് മാത്രമാണ് ജലദോഷം പിടിച്ചത് വീട്ടിൽ പോകണം ഉറങ്ങണം വീട്ടിൽ പോകണം കിടന്നൊന്നും ഉറങ്ങണം സത്യം നല്ല ഉറങ്ങി നിർത്തിയത്തേക്കും പറഞ്ഞ് ലാൻഡ് ആവാൻ എനിക്ക് കുറച്ച് ലാൻഡ് ആയിരുന്നു